നമസ്കാരം. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് എഴുന്നള്ളിക്കുന്നതിനിടെ ആന ഇടഞ്ഞ് 3 പേർ മരണപ്പെടുകയുണ്ടായി. 8 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 30 പേർക്കോളം പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഒരു ഹർത്താൽ കഴിഞ്ഞതേയുള്ളൂ. ലക്കിടിയിൽ നമ്മൾ കണ്ടു വാഹനമൊക്കെ തടഞ്ഞു നിർത്തി വലിയ രീതിയിൽ ഒരു സമരമൊക്കെ നടത്തുന്നത്. അത് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം വേണം, ജനങ്ങൾക്ക് ജീവിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആളുകൾ നിരത്തിലേക്ക് സമരവുമായി ഇറങ്ങിയത്. ഇപ്പോൾ ഈ നാട്ടാന ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇടഞ്ഞ് അവിടെ 3 പേർ മരണപ്പെട്ട ഒരു സംഭവത്തിൽ ആർക്കും ഹർത്താൽ നടത്താനില്ലേ? ഇതിൽ ആരോടാണ് പ്രതിഷേധിക്കുക? ഇതൊക്കെ ചോദ്യങ്ങൾ തന്നെയാണ്. ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഹൈക്കോടതി കുറെ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചത്. ആനയെ എഴുന്നള്ളിക്കുകയാണെങ്കിൽ തന്നെ കർശനമായി പാലിച്ചിരിക്കേണ്ട വ്യവസ്ഥകൾ. ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന കർശനമായ അഭിപ്രായം തന്നെയാണ് കോടതിക്ക് ഉണ്ടായിരുന്നതെങ്കിലും പല ഹൈന്ദവ സംഘടനകളും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെ കോടതിയെ ബോധിപ്പിച്ചത് പ്രകാരം ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്, ആളുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച വിഷയങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും ആനകളെ എഴുന്നള്ളിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പല സംഘടനകളും പല ആളുകളും ഇതിനെ എതിർത്ത് സംസാരിക്കാത്തതും. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, ഒരു വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളതിനാലാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ മിണ്ടാതിരുന്നുകൂടാ. ഒരു ഹൈന്ദവ പുരാണങ്ങളിലും നമ്മുടെ ചരിത്രത്തിൽ എവിടെയും പറയുന്നില്ല ഇങ്ങനെ ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ട് ഉത്സവങ്ങളോ മറ്റു ചടങ്ങുകളോ നടത്തണമോ എന്ന്. അങ്ങനെ ഒരു ചരിത്രവും നമുക്കില്ല. പണ്ട് കാലങ്ങളിൽ രാജകൊട്ടാരങ്ങളിൽ ആനകൾ ഉണ്ടായിരുന്നു. അന്നത്തെ യാത്രാ സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. നമുക്കറിയാം, പല്ലക്കിലും രഥത്തിലും ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെയാണ് ആളുകളും രാജാക്കന്മാരും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവർ യാത്രയ്ക്ക് വേണ്ടി ആനകളെ ഉപയോഗിച്ചിരുന്നു. അത് മാത്രമല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ അടുത്തുള്ള നദികളിൽ നിന്ന് ആനകളെ ഉപയോഗിച്ച് ജലം ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് ജലം എത്തിച്ചതിന് ശേഷം ആനകളെ അവരുടെ വാസസ്ഥലത്തേക്ക് സ്വതന്ത്രമായി വിടുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ചരിത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്രങ്ങളിൽ കരിയും കരിമരുന്നും വേണ്ട എന്ന് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു വെച്ച ഒരു മഹാനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഇതൊന്നും ആരും പ്രാബല്യത്തിൽ വരുത്താനോ സംസാരിക്കാനോ ധൈര്യപ്പെടുന്നില്ല. കുടുംബമായി ജീവിക്കുന്ന ചുരുക്കം ചില മൃഗങ്ങളിൽ ഒന്നാണ് ആന എന്ന് പറയുന്നത്. അവർ കൂട്ടമായി തന്നെയാണ് ജീവിച്ചു വരുന്നത്. അതിനെ ഓരോ പരിശീലനം കൊടുത്ത് നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടാനയാക്കി മുന്നോട്ട് ഈ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിനും അല്ലെങ്കിൽ വീടുകളിൽ ആനയെ വളർത്തുന്നവരുണ്ട്, ആന പ്രേമികളുണ്ട്. എല്ലാം ശരി തന്നെ. പക്ഷെ ഇവയെ പരിശീലിപ്പിക്കുന്ന സമയത്ത് ഇവയുടെ സ്വഭാവത്തിൽ വലിയ തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്. നമ്മൾ എത്രയൊക്കെ ഒരു മൃഗത്തെ ഇണക്കിയെടുത്താലും അതിന്റെ സ്വാഭാവികമായുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുത്തുകയാണ് നമ്മൾ ഈ ഇണക്കിയെടുക്കുന്നതിലൂടെ മെരുക്കുന്നതിലൂടെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ആ മൃഗങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ എത്തുമ്പോൾ അവർ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന അവരുടെ യഥാർത്ഥ പെരുമാറ്റം, സ്വഭാവം അല്ലെങ്കിൽ അവരടക്കി വെച്ചിരിക്കുന്ന സമ്മർദ്ദം പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇന്നലത്തെ സംഭവത്തിൽ ആ ആന വെടിയൊച്ച കേട്ടതാണ് പരിഭ്രാന്തിക്ക് കാരണമെന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ 2 ആനകൾ തമ്മിലുള്ള അകലം, കുറെ വ്യവസ്ഥകൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വരാം. പിന്നെ ഈ കാലാവസ്ഥയിലുള്ള വ്യത്യാസം, ചൂട് സമയത്തൊക്കെ ആനയെ എഴുന്നള്ളിച്ച് എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എത്ര പേരുടെ ജീവനാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ദൈവങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ ഇങ്ങനെ മനുഷ്യരുടെ ജീവൻ വെച്ച് കളിക്കാനോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ സ്വാഭാവിക ഇടത്തു നിന്ന് അവയെ മാറ്റിക്കൊണ്ടുവന്ന് മെരുക്കിയെടുത്ത് ഈ വെയിലും കൊള്ളിച്ച് കൃത്യമായിട്ട് ആഹാരമോ വെള്ളമോ പോലും കുടിക്കാൻ സാഹചര്യമില്ലാതെ അതുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നമ്മുടെ ഏത് ദൈവങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? വിശ്വാസം ഒന്നും വേണ്ട എന്ന് ആരും പറയുന്നില്ല. നമുക്കൊക്കെ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ അച്ചടക്കത്തിനും നമ്മുടെ ഒരു ആശ്രയവും കൂടിയാണ് ഓരോരുത്തരുടെയും വിശ്വാസം. അതൊക്കെ സംരക്ഷിക്കണം. പക്ഷെ നമ്മൾ മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ട കുറച്ച് സംഗതികളുണ്ട്. അതിനൊക്കെ കുറിച്ച് ചിന്തിക്കാനും തുറന്ന് ചർച്ച ചെയ്യാനും എല്ലാം ആളുകൾ ധൈര്യപ്പെട്ടേ മുതിർന്നേ മതിയാകൂ. കാരണം ഈ കാട്ടിൽ കയറി ഒരു കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരാൾ മരണപ്പെട്ടാൽ അതിൽ വലിയ വലിയ വിമർശനങ്ങളാണ്, വലിയ വലിയ പ്രതിഷേധങ്ങളാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ആളുകൾ നിശബ്ദത പാലിക്കുകയാണ്. അതിലെ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതി ചില കർശന വ്യവസ്ഥകൾ ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് 2 ആനകൾ തമ്മിൽ കുറഞ്ഞത് 3 മീറ്ററെങ്കിലും അകലമുണ്ടായിരിക്കണം. ഇന്നലത്തെ ഈ സംഭവത്തിൽ ഒരാന മറ്റൊരാനയെ കുത്തി എന്നും റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ സത്യാവസ്ഥ അറിയില്ല. അപ്പൊ ഈ ആനകൾ തമ്മിലുള്ള അകലം എത്രയായിരുന്നു, അതൊക്കെ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ 10 മിനിറ്റിലധികം ആനകളെ വെയിലത്ത് നിർത്തരുത്.
അവർ നിൽക്കുന്ന ഇടത്ത് തണലും മേൽക്കൂരയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ കർശനമായി കോടതി പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആനകൾ ഫിറ്റ് ആണെന്ന്, ആനകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റുകൾ വേണം. അത് ഒരിക്കലും സ്വകാര്യ വെറ്റിനറി ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങരുത്. അത് തരേണ്ടത് ഈ സർക്കാർ വെറ്റിനറി ഡോക്ടർമാർ തന്നെ ആയിരിക്കണം. ഇതെല്ലാം ജില്ലാതല സമിതികൾക്ക് കൊടുത്ത നിർദ്ദേശമാണ് ഹൈക്കോടതി. പിന്നെ മറ്റൊന്ന്, 125 കിലോമീറ്ററിലധികം ആനകളെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. 6 മണിക്കൂറിലധികം ആനകളെ യാത്ര ചെയ്യിപ്പിക്കാൻ പാടില്ല. ആനയെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ മണിക്കൂറിൽ 25 കിലോമീറ്ററിലധികം വേഗതയിൽ പോകാൻ പാടില്ല. ഇതിന് സ്പീഡ് ഗവർണർ വേണം. മോട്ടോർ വാഹന വകുപ്പ് ഇത് ഉറപ്പാക്കണം. പല കാര്യങ്ങളിലും ഇവിടെ കോടതി മുഖേന പല വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നും പാലിക്കപ്പെടുന്നതായിട്ട് നമ്മൾ ആരും കാണുന്നില്ല. ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ട ചുമതലപ്പെട്ടവർ അനങ്ങുന്നുമില്ല. ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രമാണ് ഈ നിയമങ്ങളൊക്കെ അവരൊന്ന് പരിശോധിക്കുന്നതും പൊടി തട്ടിയെടുക്കുന്നതും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോകുമ്പോൾ ആനകൾക്ക് മതിയായ വിശ്രമം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എഴുന്നള്ളത്തിന് 10 ദിവസം മുൻപുള്ള യാത്രാരേഖകളും എഴുന്നള്ളത്തിന് 5 ദിവസത്തിന് ശേഷമുള്ള യാത്രാരേഖകളും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാവിലെ 9-നും വൈകിട്ട് 5-നും ഇടയിലുള്ള സമയത്ത് ആനകളെ പൊതുനിരത്തിലൂടെ നടത്താൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല. ഈ സമയങ്ങളിൽ ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനും പാടില്ല. എത്ര കർശനമായിട്ടുള്ള, എത്ര മൂല്യമുള്ള വ്യവസ്ഥകളാണ്, എത്ര പ്രാധാന്യം അർഹിക്കുന്ന വ്യവസ്ഥകളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഇതിലേതെങ്കിലുമൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ? ആനകളിൽ ഉണ്ടാകുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങൾ പോലും നേരത്തെ തന്നെ കണ്ടുപിടിച്ച് പരിഹരിക്കാൻ പാകത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാപ്പാന്മാരുണ്ടായിരിക്കണം. മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ വിളിച്ചു വരുത്തുന്ന നമ്മുടെ ചിന്തകളുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഇത്തരം ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ഇന്നലെ ആ തിക്കും തിരക്കും ആ ഒരു ചെറിയ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മളിൽ വല്ലാത്ത ഭയവും ടെൻഷനും ഉണ്ടാക്കി. ഈ മരണപ്പെട്ടവരൊക്കെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഒരുപക്ഷെ രോഗികളായിട്ടുള്ള എത്രയോ ആളുകൾ ആ പരിസരത്തുണ്ടാകും. ഒന്ന് പെട്ടെന്ന് വേഗതയിൽ ഓടി മാറാൻ പോലും പ്രാപ്തിയില്ലാത്തവർ. എന്തൊരു ദാരുണമായിട്ടുള്ള മരണമായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഗുരുതരമായിട്ട് ചികിത്സയിലുള്ളവരാണെങ്കിൽ പോലും ഒരു ആനയുടെ ചവിട്ടൊക്കെ ഏറ്റുകഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾക്ക് മുന്നോട്ട് വരണം. ഈ മിണ്ടാപ്രാണികളെയൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചില്ല എന്ന് കരുതി നമ്മുടെ വിശ്വാസങ്ങളിൽ ഒന്നും വ്രണപ്പെടൽ ഉണ്ടാകില്ല, നമ്മുടെ വിശ്വാസങ്ങൾക്കൊന്നും വ്രണമേൽക്കില്ല എന്ന ഒരു വിലയുള്ള ചിന്ത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. ആനകളെ ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.